എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം, മാസങ്ങളോളം സൂക്ഷിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറക്കാത്ത നേർത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് കനം കൂടിയ റവയാണെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത് ചേർത്തോളൂ. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ആദ്യം യോജിപ്പിച്ചെടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചായി വെള്ളം ചേർത്ത് കൂട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഈ ഒരു രീതിക്ക് കൂട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണം ആ ഒരു രീതിക്ക് തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും ഈ ഒരു കൂട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം വേണം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ അരിപ്പയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ അരിപ്പയിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് കനം കുറക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ പരത്തിയെടുത്ത് ഇതുപോലെ ഇളക്കിയെടുക്കുമ്പോഴേക്കും ഈ ഒരു ഷേപ്പ് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഈ ഒരു അരിപ്പ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോക്ക് ഉപയോഗിച്ചും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതേപോലെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ചെണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ അത് ഉള്ളോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ചൂട് ഒരല്പം ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ കവറിങ്ങിനായിട്ട് ശർക്കരപ്പാനിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നൂൽ പാകത്തിനാവുന്നത് വരെയാണ് ശർക്കര പാനി ആക്കിയെടുക്കേണ്ടത്. ഒരു നൂൽ പാകം ആയി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിൻ്റെ ചൂടാറി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം തന്നെ ഇതൊന്ന് വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിനൊന്ന് പറ്റിപ്പിടിച്ച് നിൽക്കും. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വന്നതിന് ശേഷം നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒട്ടും തന്നെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കില്ല. അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയണേ.